യേശുവിന്റെ ഏറ്റവും പ്രിയമുള്ളവനെ, ഉൽപ്പത്തി 28:16. അപ്പോൾ യാക്കോബ് ഉറക്കത്തിൽ നുണർന്നു. അവൻ പറഞ്ഞു, തീർച്ചയായും ഈ സ്ഥലത്ത് കർത്താവുണ്ട്. കർത്താവിന്റെ മഹത്വം ഇവിടെയുണ്ട്. നമ്മുടെ ഉറക്കം നീണ്ടുപോകാതെ നാം ഉണരണമെങ്കിൽ, ഉറക്കത്തിൽ മങ്ങി തൂങ്ങി അങ്ങ് കിടന്നു പോകാതിരിക്കണമെങ്കിൽ ദൈവത്തിന്റെ മഹത്വം കൺമുമ്പിലുണ്ടെന്നൊരു ബോധ്യം. നമ്മൾ കാണുന്നില്ലെങ്കിൽ പോലും ദൈവത്തിന്റെ സാന്നിധ്യവും മഹത്വവും എന്റെ മുമ്പിലുണ്ട്. ആ തീപ്പന്തം എന്റെ കൺമുമ്പിൽ നീങ്ങുന്നുണ്ടെന്ന ബോധ്യം വരുമ്പം ഉറങ്ങി അങ്ങ് ജീവിതം കളയാതിരിക്കാൻ പറ്റും. യാക്കോബ് ഉറക്കത്തിലായിരുന്നു. അവനത് അറിഞ്ഞില്ല എന്നാ പറയുന്നത്. അവനത് അറിഞ്ഞില്ല. എന്നാൽ ദൈവസാന്നിധ്യം അവിടെ ഉണ്ടെന്ന തിരിച്ചറിവ് അവനെ ഉണരാൻ, ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ, ഓടാൻ, കാര്യങ്ങൾ ചെയ്യാൻ, മിടുമിടുക്കനാകാൻ പഠിപ്പിച്ചു. നമ്മൾ തൂങ്ങിപ്പോകുന്നതിന്റെ പിന്നിൽ, നമ്മളിങ്ങനെ ആങ്ങിത്തൂങ്ങി ചത്തു വീഴുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ മഹത്വം എന്റെ പടിവാതിലുണ്ടെന്ന് ഭാവിയായി ഞാൻ വിശ്വസിക്കുന്നില്ല. ഉൽപ്പത്തി 28:16. യാക്കോബ് ഉറക്കത്തിൽ ഉണർന്നു. അവൻ പറഞ്ഞു, നിശ്ചയമായും ഈ സ്ഥലത്ത് കർത്താവുണ്ട്. പക്ഷെ ഞാനത് അറിഞ്ഞിരുന്നില്ല. നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ഉറങ്ങിയും മങ്ങിയും അലസമായും ജീവിതം തീരുന്നു. ഒരുറക്കം ഉണരാനുള്ള വിളി കുഞ്ഞെ നിനക്കുണ്ട്, എനിക്കുമുണ്ട്. ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മുമ്പിലുണ്ടെന്ന് ഓർക്ക് 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 എന്നിട്ട് ഉണര്. ആമേൻ.